ഞാൻ ഷാന ജാസ്മിൻ. കേരള KEAM B.Arch എക്സാമിലെ ഫസ്റ്റ് റാങ്കർ ആണ്. തിങ്കിൽ പഠിക്കുന്ന 3 പേരായിരുന്നു ഒരു റൂമിൽ. പറയാൻ പറ്റാണ്ടിരിക്കില്ല, ചില്ലിങ് പീപ്പിൾസ് ആണ്. ഇതിപ്പോ ഒന്ന് തന്നെയാണോ? ജയില് ഞാൻ പങ്കെടുത്തതിലോട്ട് പ്രൈസും ഇല്ല. ഫസ്റ്റ് മുതൽ ഹലോ, ഞാൻ ഷാന ജാസ്മിൻ. എൻ്റെ വീട് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലാണ്. ഞാൻ ഇപ്പോഴത്തെ കേരള KEAM B.Arch എക്സാമിലെ ഫസ്റ്റ് റാങ്കർ ആണ്. അതുപോലെ JEE B.Archൽ ഓൾ ഇന്ത്യയിൽ 161 റാങ്കും അതുപോലെ OBC 41st റാങ്കും എനിക്കാണ്. ഇപ്പം ഞാൻ ഡിസയർ ചെയ്ത കോളേജ് NIT Calicut എനിക്ക് സീറ്റും കിട്ടി. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരിക്കലും വിചാരിച്ചൊരു വിജയമല്ല ഇത്. കാരണം NATA എഴുതണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, JEE മാത്രം ഫോക്കസ് ചെയ്തിട്ട്. ബട്ട് വെറുതെ NATA എഴുതി അതിലുള്ള റിസൾട്ടായിരുന്നു JEEനെക്കാട്ടും അടിപൊളിയായത്. ഫസ്റ്റ് റാങ്ക് തന്നെ കിട്ടി. ആർക്കിടെക്ചർ ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു ഫീൽഡായിരുന്നു. കാരണം 10th എന്നൊക്കെ ഞാൻ ടീച്ചിങ് എന്നൊക്കെ പറഞ്ഞ് നിന്നതായിരുന്നു. അങ്ങനെ പിന്നെയാണ് സാവധാനം ഗ്രാഫിക് ഡിസൈനിലേക്ക് എത്തിയത്, ഉപ്പൻ്റെ ഫീൽഡ്. അങ്ങനെയാണ് ഞാൻ +1 കമ്പ്യൂട്ടർ സയൻസ് എടുത്തത്. പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു NIDകളെ കുറിച്ചും അതുപോലത്തെ നല്ല അടിപൊളി കോളേജുകൾ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ബട്ട് +2 ആയ ടൈമിൽ എൻ്റെ സിസ്റ്റർ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ഫസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പോൾ അവളുടെ വർക്ക്സ് ഒക്കെ പിന്നെ എനിക്ക് ഇഷ്ടമാകാൻ തുടങ്ങി. അവൾ വരയ്ക്കുന്ന പ്ലാൻസ്, പുതിയ ബിൽഡിംഗ് ക്രിയേഷൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ആർക്കിടെക്ചറിലേക്ക് കൂടുതൽ അറിയുന്നത്. പിന്നെ ട്യൂഷനിൽ ടീച്ചേഴ്സൊക്കെ നമുക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ വെച്ചു. ആർക്കിടെക്ചറിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അതൊരു നല്ല ഫീൽഡാണെന്നും അതിന് പറ്റിയ നല്ല കോളേജുകൾ നമ്മളുടെ കോഴിക്കോടും അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ തന്നെ നല്ല കോളേജുകളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഇതിന് നിന്നതാണ്. അങ്ങനെ JEE എഴുതണം എന്നും NATനെ കുറിച്ചൊക്കെ കേട്ടപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും ബെസ്റ്റ് ചോയ്സ് എന്ന് അന്വേഷിച്ചപ്പം THiNC ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് കേട്ടു. അങ്ങനെയാണ് ഞാൻ THiNCിലേക്ക് എൻ്റെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൈസ്കൂളിൽ വരെ ഞാൻ എളൈറ്റിൽ MJHSS സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഹയർ സെക്കൻഡറി കുന്നമംഗലം HSS. സ്കൂളിംഗ് ടൈമിൽ ഞാൻ വലിയ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് ഒന്നുമല്ല. ബട്ട് അക്കാഡമിക്കലി ഓക്കെ ആയിരുന്നു, പഠിക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ക്രിയേറ്റീവായിട്ട് ഡ്രോയിങ് കോമ്പറ്റീഷൻ അതൊന്നും ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു സംഭവമായിരുന്നു. ഞാൻ ഡ്രോയിങ് കോമ്പറ്റീഷനൊന്നും കൂടാറില്ല. കൂടിയ സമയത്ത് വലിയ സംഭവം അച്ചീവ്മെൻ്റ് ഒന്നും ഞാൻ മേടിച്ചിട്ടുമില്ല. ബട്ട് പിന്നെ അത് ഗ്രാജ്വലി ഡ്രോയിങ് ഒക്കെ ഞാൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. പിന്നെ തിങ്കിൽ വന്നതിന് ശേഷം നല്ലോണം ഇമ്പ്രൂവ് ആയി. കാരണം അവിടുത്തെ കുട്ടികളുടെ കഴിവ് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് ബാക്കിലാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു മോട്ടിവേഷനായിട്ട് നമ്മൾ മുന്നോട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. JEEക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഡ്രോയിങ് വേണമെന്ന് പറഞ്ഞത് മുതൽ പിന്നെ ഞാൻ അതിന് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. കൂടുതലായിട്ട് ഇമാജിനേറ്റ് ചെയ്ത് വരക്കാൻ ഉള്ളൊരു കഴിവൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ അത് വരുത്തണം എന്നുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്തു. MJ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും അഭിമാനവും ഉള്ള ഒരു ദിവസമാണ്. ഷാന ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. കാരണം ഒന്ന്, മോളെ സംബന്ധിച്ചിടത്തോളം പ്ലസൻ്റായിട്ട് നിൽക്കുന്ന ഒരു കുട്ടി, ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു എപ്പോഴും. ടീച്ചേഴ്സുമായിട്ട് നല്ല സൗഹൃദം സൂക്ഷിക്കുക, ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒരു വ്യത്യസ്തമായ രീതിയിൽ കാണാനും അതിലൊരു സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ ഉള്ള ഒരു കഴിവ്. ആ ഒരു വ്യത്യസ്തതയാവാം വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖലയായ ആർക്കിടെക്ചർ തിരഞ്ഞെടുക്കാൻ അവൾക്ക് താല്പര്യം തോന്നിയത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഷാന ജാസ്മിൻ്റെ 10B ക്ലാസ്സിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു. ഏത് കാര്യങ്ങൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്യാൻ ഏൽപ്പിച്ചാൽ ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ്. എന്തായാലും വളരെ സന്തോഷം. നമ്മളെ പഠിപ്പിച്ച മക്കൾ ഇങ്ങനെ ഒന്ന നിലയിൽ എത്തുന്നൊക്കെ പറയുന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഷാനയ്ക്ക് റാങ്ക് ലഭിച്ചതിൽ വളരെ സന്തോഷം. ഉയരങ്ങളിലേക്ക് ഇനിയും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മറ്റേ റിസൾട്ട് വന്ന ആ ടൈമിൽ കൺഗ്രാജുലേറ്റ് ചെയ്തപ്പോഴേ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വരണം, എന്തായാലും വരണം, സ്കൂളിലേക്ക് എല്ലാവരെയും കാണാൻ വരണം എന്നൊക്കെ. അതിന് പറ്റിയൊരു സിറ്റുവേഷൻ ഇന്നുണ്ടായി. അപ്പോൾ ഇന്ന് പോയപ്പോഴും കുറേ ആയി പോവാത്ത ആ ഒരു ഗ്യാപ്പൊന്നും വന്നില്ല. വീണ്ടും തിരിച്ച് നമ്മളെ ഫേവറേറ്റ് ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയപ്പം ആ ഒരു ബോണ്ട് ഇപ്പോഴും ഉണ്ട്. അവർക്കൊക്കെ ഇപ്പോഴും നമ്മളെ ഓർമ്മ ഉണ്ടെന്നും നമ്മളായിട്ടുള്ള മെമ്മറീസൊക്കെ ഇപ്പോഴും അവരുടെ അടുത്തുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം അവരുടെ ഹെൽപ്പ് ഞാൻ വന്ന സ്റ്റേജിലൊക്കെ ഒബ്വിയസ്ലി അത് ഉണ്ടായിരുന്നു. തിങ്കിൽ റെഗുലർ ആർക്കിടെക്ചർ ബാച്ചിലായിരുന്നു. അതിൽ ഫസ്റ്റ് തന്നെ കയറിയപ്പം നമ്മൾ ഫുൾ അറിയാത്ത ആൾക്കാരൊക്കെയാണ്. ബട്ട് എല്ലാവരുമായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കമ്പനിയായി. കാരണം ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഡിഫറെൻറ്റ് പ്ലേസ് ആണ്. എല്ലാവരും ഭയങ്കര ചില്ലിങ് പീപ്പിൾസ് ആണ്.
തിങ്ക് തന്നെ ഒരു ചില്ലിങ് പ്ലേസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കൂല എന്നല്ല, നമ്മൾ പഠിക്കുന്നത് കുറച്ച് വേറെ രീതിക്കായിരിക്കും. ലൈക്ക് ഞാൻ വിചാരിച്ചു അവിടെ വരുന്നതിന് മുന്നേ എല്ലാ എൻട്രൻസ് കോച്ചിങ്ങും പോലെ ഫുള്ള് പഠിത്തം, നമുക്ക് പ്രത്യേകിച്ച് മാത്സ് ഒക്കെ ഉണ്ട്, ഫുള്ള് മാത്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രോയിങ്ങിലാണ് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് അതിൽ നിന്ന് ക്ലാസ്സുകളൊക്കെ കിട്ടി. ഫുള്ള് ഓവറോൾ എക്സ്പീരിയൻസ് നല്ല രസമായിരുന്നു. അവിടുത്തെ ഫാക്കൽറ്റീസ്, പിന്നെ നമുക്ക് അവിടെ നിന്ന് തരുന്ന മെറ്റീരിയൽസ്, ഡെയിലി ടെസ്റ്റ്സ്, മോക്ക് എക്സാംസ് ഒക്കെ തന്നെ ഈ ഒരു ജേണിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹെൽപ്ഫുൾ ആയി എന്നുള്ളത് തിങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ സപ്പോർട്ടാണ്. പിന്നെ അവിടെ നിന്നുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മളെ സാധാ ഓണമൊന്നുമല്ല. നമ്മളുടെ കാലിക്കറ്റിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് അട്ടത്തോണാണ്. അതൊരു വെറൈറ്റി ഓണായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഫുള്ള് വെറൈറ്റി പ്രോഗ്രാംസ് ആണ് ഉണ്ടാവുക. അതൊക്കെ തിങ്കിന്റെ ഒരു രസമാണ്. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഭംഗി എന്ന് പറയുന്നത് അവിടുത്തെ ക്രിയേറ്റിവിറ്റി സംഭവങ്ങളാണ്. ഡിസംബർ ആയപ്പോഴേക്കും എന്തായാലും നമ്മൾക്ക് എക്സാമിൻ്റെ പേടി തുടങ്ങും. കാരണം അപ്പോഴേക്ക് പെട്ടെന്നായിരുന്നു നമ്മൾക്ക് എക്സാംസ് കുറച്ച് ലാഗാവുമെന്ന് പറഞ്ഞ്, പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ജനുവരിയിൽ എക്സാം ഉണ്ടാകുന്ന ഫുള്ള് പാനിക്കായിരുന്നു. പക്ഷേ ആ ഒരു സമയം ആയപ്പോഴേക്കും തിങ്കിൽ നമ്മൾക്ക് ഇന്റർ ബ്രാഞ്ച് മോക്ക് എക്സാംസ് ഒക്കെ ഒരുപാട് നടത്തി. പിന്നെ നമ്മൾക്ക് റാങ്ക് ലിസ്റ്റുകളൊക്കെ അവർ തന്നെ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരുപാട് എക്സാംസ് നമ്മൾ അങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ പേടി കുറേയൊക്കെ കുറഞ്ഞു. ലൈക്ക് നമുക്കൊരു എക്സാമിനെ ഫേസ് ചെയ്യാൻ നമ്മൾ ഓൾമോസ്റ്റ് റെഡിയായി. അത് എന്തായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ സെക്കൻഡ് സെഷൻ ആയപ്പോഴും നമുക്ക് പിന്നെയും ഇങ്ങനത്തെ എക്സാംസ് കണ്ടക്ട് ചെയ്തു. പക്ഷേ ഫസ്റ്റ് സെഷനിലെ റിസൾട്ട് വന്നപ്പം 98.7% ഒറ്റയടിക്ക് അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി. പക്ഷേ പിന്നെ കുറേ ആൾക്ക് 99 ആ ഒരു പെർസെൻറ്റേജ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഡിപ്രസ്ഡ് ആയി. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സെഷനിൽ ആ 99ലേക്ക് എത്തിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു, എൻ്റെ ഡിസൈഡ് കോളേജ് NIT Calicut ആണ്. അവിടെ ഭയങ്കര കോമ്പറ്റീഷൻ ആണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിന് കുറച്ചുകൂടി മുന്നേറ്റ് ഹോസ്റ്റൽസ് ജോയിൻ ചെയ്ത് തിങ്കിൽ പഠിക്കുന്ന 3 പേരായിരുന്നു ഒരു റൂമിൽ. അത് നമ്മൾ എന്താ പറയുക ഒരുമിച്ച് പഠിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സഹായിച്ച് ഞങ്ങൾ 3 പേരും ഇപ്പോൾ നല്ല കോളേജസിലൊക്കെ എത്തിപ്പെട്ടു. സെക്കൻഡ് സെഷൻ ആയപ്പോഴേക്കും റിസൾട്ട് വന്നത് എൻ്റെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ ആയിരുന്നു. 99.7 കിട്ടി. അതിൽ 161 റാങ്കും കിട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന്ന് തിങ്കിലൊക്കെ വിളിച്ച് സന്തോഷം അറിയിക്കലും ടീച്ചേഴ്സിൻ്റെ അടുത്ത് സന്തോഷം അറിയിക്കലും ഒക്കെ ആയിരുന്നു. KEAM B.Archന്റെ റിസൾട്ട് വന്നപ്പോഴേക്കും നമുക്ക് സൈറ്റിലൊരു PDF ആയിട്ടായിരുന്നു ഉള്ളത്. അത് കുറേ ഉണ്ട്. നമ്മളുടെ പേരായിട്ടൊന്നല്ല, നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് എത്തിയപ്പോഴേക്കും കുറച്ച് ഇതായി. കറക്റ്റ് ഫസ്റ്റ് ആണെന്ന് എനിക്കൊരു കൺഫ്യൂഷനായി. ഞാൻ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ സാറുമാർക്ക് അയച്ചെടുത്ത്, ഇതിപ്പോൾ ഒന്ന് തന്നെയാണോ ഞാൻ അയച്ചെടുത്തു. അപ്പോൾ സാറ് പറഞ്ഞു ഇതൊന്നാണ്. അത് പിന്നെ എല്ലാവർക്കും അയച്ചു കൊടുത്ത് പിന്നെ എനിക്ക് സന്തോഷം അറിയിക്കണ ഒരു ദിവസമായിരുന്നു. ഫുള്ള് ത്രൂ ഔട്ട് ദ ജേണി പാരൻസ് സപ്പോർട്ട് കംപ്ലീറ്റ്ലി ഉണ്ടായിരുന്നു. ഞാൻ എന്തൊരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിലും അവരുടെ ബാക്കപ്പ് ഉണ്ട്. ഞാൻ ആർക്കിടെക്ചറിന് പോകണമെന്ന് പറഞ്ഞാൽ ഓക്കെ, നീ എടുത്താൽ ടീച്ചിങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ ഓക്കെ, അവരെന്തിനും സപ്പോർട്ടാണ്. ഒരു പ്രശ്നം അവർ പറയില്ല. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോ, കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ റിസൾട്ട് വന്ന സമയത്ത് എനിക്കുള്ള ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അവരെനിക്ക് തരുന്ന ആ ഒരു ഹെൽപ്പ് അവർക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് എനിക്ക് തിരിച്ച് നൽകാൻ പറ്റിയല്ലോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടില്ല. കാരണം അവർ നമ്മൾ അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കിട്ടിയ ആ സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ പിന്നെ വലിയ അനക്കങ്ങളൊന്നും ഇല്ലായിരുന്നു. പത്രത്തിലൊക്കെ വന്നപ്പോഴാണ് പിന്നെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ പിന്നെ വീട്ടിലൊക്കെ കുറേ ആൾക്കാർ വരാൻ തുടങ്ങി. ഉപ്പയും ഇങ്ങനെ മുൾമുനയിൽ അവിടെ നിൽക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ എത്തിപ്പെട്ടാൽ മതിയായിരുന്നു ഉള്ളൊരു ഇതിലായിരുന്നു. ഇപ്പോൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ വന്നിട്ട് വേണം ഒന്ന് കംപ്ലീറ്റ്ലി അടിച്ചു പൊളിക്കാൻ. ഇനി ആർക്കിടെക്ചറിലേക്കും JEEലേക്കും ഒക്കെ വരുന്ന കുട്ടികളോട് പറയാനുള്ളത്, നമ്മൾ ഭയങ്കര സ്കിൽഡായിട്ട് വരക്കുന്ന ഒരാളാവണം എന്നൊന്നുമില്ല. ബട്ട് നമ്മളുടെ ബേസിക് എന്താ പറയുക, നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ വേണം നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ. ആ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഡ്രോയിങ്, ആപ്റ്റിറ്റ്യൂഡ്, മാത്സ് നമുക്ക് കഴിയാത്ത കാര്യങ്ങളല്ല. ഞാൻ പറയില്ല, ഞാൻ ഒരു സാധാ സ്റ്റുഡൻ്റ് ആയിരുന്നു. നമുക്കും കിട്ടുമെങ്കിൽ പിന്നെ എല്ലാവർക്കും കിട്ടും. അതത്രേ ഉള്ളൂ.